Welcome, my dear students, to our online class. Let's go through the next chapter. Name of our chapter is And Then Gandhi Came. And then Gandhi came. It's an excerpt taken from the Discovery of India, written by Jawaharlal Nehru. ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്കിലെ ഒരു ചെറിയ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. Jawaharlal Nehru writes about the timely arrival of Gandhi to Indian politics. മഹാത്മാഗാന്ധിയുടെ സമയോചിതമായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള വരവിനെയാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യയിലൂടെ ജവഹർലാൽ നെഹ്റു കാണിച്ചു തരുന്നത്. India was in great need of such a leader. Gandhi was like a beam of light that removed the darkness. Nehru makes a right assessment of Gandhi in his book Discovery of India. Here is an excerpt. ഈ ബുക്കിൽ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ഈ നമുക്ക് വായിക്കാനുള്ള ഈ ഒരു ഭാഗത്തിൽ ജവഹർലാൽ നെഹ്റു എടുത്തു കാണിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിലെ സിറ്റുവേഷനിലേക്കാണ് മഹാത്മാഗാന്ധി വന്നിട്ടുള്ളത്. ഒരു ബീം ഓഫ് ലൈറ്റ് പോലെ, അതായത് ഇരുട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് വെളിച്ചത്തിൻ്റെ ഒരു ബീം ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കാണിക്കുന്ന പോലെയായിരുന്നു മഹാത്മാഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വന്ന സമയത്ത് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഗോ ത്രൂ ദ ടെക്സ്റ്റ്. World War first ended at last, and peace, instead of bringing us relief and progress, brought us repressive legislation and martial law in the Punjab. A bitter sense of humiliation and passionate anger filled our people. We had become a derelict nation, yet what could we do? How to change this vicious process? We seemed to be helpless in the grip of some of all-powerful monster. Our limbs were paralyzed, our minds didn't. Large number of people cut off from the land and incapable of any kind of manual or technical work joined the swelling army of the unemployed, and helpless, hopeless, sank ever deeper into the morass. They did not know where to look, for neither the old or the new offered them any hope. The excerpt is starting after the World War First. ഈ എക്സെപ്റ്റ് അതല്ലെങ്കിൽ ഈ ഭാഗം തുടങ്ങുന്നത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സമാധാനവും അഭിവൃദ്ധിയും, അതായത് സമാധാനമൊക്കെ ഉണ്ടാവും, യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു വിചാരമൊക്കെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടുള്ളത്, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അടിച്ചമർത്തുന്ന തരത്തിലുള്ള ഒരു തരം നിയമ സംവിധാനമായിരുന്നു. അതായത് മാർഷ്യൽ ലോ എന്ന് പറയുന്നുണ്ട്, വിച്ച് മീൻസ് മിലിറ്ററി ലോ, അതായത് പട്ടാള ഭരണമായിരുന്നു, സൈനിക നിയമമായിരുന്നു പഞ്ചാബിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഇവിടുത്തെ ആളുകൾക്ക് എന്താ പറയുക, കടുത്ത ദേഷ്യവും അതേപോലെ തന്നെ അവഹേളനവും, അതായത് ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമാധാനമൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ പട്ടാള ഭരണമൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വളരെയധികം ദേഷ്യവും അവഹേളനമൊക്കെ ഫീൽ ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഭീകരനായിട്ടുള്ള ഒരാളുടെ, ഒരു ആൾ പവർഫുൾ മോൺസ്റ്റർ എന്ന് പറയുന്നുണ്ട്, ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ഭീകര ജീവിയുടെ കയ്യിൽ നമ്മൾ അകപ്പെട്ട പോലെയായിരുന്നു ആ സമയത്ത് ഇന്ത്യയിലെ ആളുകളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് മനസ്സും ശരീരമൊക്കെ തളർന്നു പോയിട്ടുണ്ട്. ഈ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുകയും അങ്ങനെ ജോലി ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി വരും. കടുത്ത ദാരിദ്ര്യവും, സഹായത്തിനായി ആളുകൾ ആരെ ആശ്രയിക്കണം, അതായത് ആരെ ഡിപ്പെൻഡ് ചെയ്യണം, ആരെയാണ് ഇനി നേതാക്കളായിട്ട് അതല്ലെങ്കിൽ ഒരു ഫോർവേഡ് ലീഡറായിട്ട് നമ്മൾ കാണേണ്ടത് എന്നൊന്നും അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. അവർക്ക് അന്നത്തെ ആളുകൾക്ക് പഴയ ലീഡേഴ്സിനെ തന്നെ ഫോളോ ചെയ്യണോ, അതോ ഇനി പുതിയ ലീഡേഴ്സ് വന്നിട്ട് അവരെ ഫോളോ ചെയ്താൽ മതിയോ എന്നുള്ള ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവുന്ന സമയമാണ് ജവഹർലാൽ നെഹ്റു ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. What could we do? How could we pull India out of this quagmire of poverty and defeatism? Not for a few years of excitement and agony and suspense, but for long generations our people had offered their blood and toil, tears and sweat, and this process had
eaten its way deep into the body and soul of India, poisoning every aspect of our life. സോ ദിസ് ബിഗ് ക്വസ്റ്റ്യൻ, അതായത് ആരെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗ ടു പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് ബാഡ് സിറ്റുവേഷൻ. എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇന്ത്യയിലെ ആളുകൾക്ക് ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർ മെനി ഇയേഴ്സ് അവർ പീപ്പിൾ ഹാവ് ബീൻ ഓഫറിങ് ദിയർ ബ്ലഡ് ആൻഡ് ടോയിൽ, ടിയേഴ്സ് ആൻഡ് സ്വെറ്റ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ജനങ്ങൾ അവരുടെ എല്ലാ അധ്വാനവും, അവരുടെ ബ്ലഡ് ആൻഡ് ടോയിൽ എന്നൊക്കെ പറയുന്നത് എന്താണ്, അവരുടെ എല്ലാ കഷ്ടപ്പാടും യാതനകളും അതല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങളും വിയർപ്പും ഒക്കെ ചോരയും ഒക്കെ നൽകിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടായിരുന്നു. നൗ ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ വർ ഇൻ ബാഡ് ഷേപ്പ് അല്ലേ. ഒരുപാട് കാലം ഇങ്ങനെ അധ്വാനിച്ചിട്ട് ഇന്ത്യയിലെ ആളുകളുടെ മനസ്സും ശരീരമൊക്കെ തളർന്നു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ആസ്പെക്ട് ഓഫ് അവർ ലൈഫ് വാസ് പോയ്സൺഡ്, അതായത് ലൈഫിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വിഷം കുത്തി നിറക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു. ആണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ്, മിലിറ്ററി റൂളാണ്, പ്രോബ്ലംസാണ് ആകെ. And then Gandhi came. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths. Like a beam of light that pierced the darkness and removed the scales from our eyes. Like a whirlwind that upset many things. But most of all the walking of people's minds, he did not descend from the top. He seemed to emerge from the millions of India speaking their language. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ ബുദ്ധിമുട്ടേറിയ ലൈഫ് വാസ് ഫുൾ ഓഫ് പ്രോബ്ലംസ് അല്ലേ, ഒരുപാട് പ്രശ്നങ്ങളും അതേപോലെ തന്നെ ദർ വർ നോ ലീഡേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സിറ്റുവേഷനിലേക്കാണ് ഒരു ഹീറോ വരുന്നത് പോലെ, ഒരു ഫിലിമിൽ എങ്ങനെയാണോ ഹീറോ വരുന്നത് അതുപോലെയാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. ഇറ്റ് വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ ദാറ്റ് മേഡ് us stretch ourselves and take a deep breath. ഒരു ഫ്രഷ് എയർ വന്നതുപോലെ, പവർഫുൾ വിൻഡ് വരുന്നത് പോലെയായിരുന്നു ഗാന്ധി വന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക്, വെളിച്ചമില്ലാത്ത സമയത്ത് രാത്രി ഇരുട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ബീം ഓഫ് ലൈറ്റ്, ഒരു ലൈറ്റ് കിട്ടിയതുപോലെ, പ്രകാശം കിട്ടിയതുപോലെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചുഴലിക്കാറ്റ് പോലെ, ലൈക്ക് എ വേൾഡ് വിൻഡ് എന്ന് പറയുന്നുണ്ട്. അതായത് വെറുതെ നിൽക്കുന്ന സാധനങ്ങളൊക്കെ ചുഴലിക്കാറ്റടിക്കുന്ന സമയത്ത് അതൊക്കെ എടുത്ത് പൊങ്ങും, ഉയർന്നു വരും അല്ലേ. അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു എന്താ പറയുക, മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് നോട്ട് എ മാൻ ഫ്രം ടോപ്പ്, അതായത് ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ഒരാളല്ല അദ്ദേഹം അല്ലേ. അദ്ദേഹം എന്തായിരുന്നു, ഹി വാസ് ലൈക്ക് എ കോമൺ മാൻ, അതായത് സാധാരണ ഇന്ത്യയിൽ കാണുന്ന ഏതൊരാളെ പോലെയും സാധാരണയായിട്ടുള്ള ഒരാളെ പോലെയായിരുന്നു മഹാത്മാഗാന്ധി. അദ്ദേഹമാണ് ഒരു ലീഡറായിട്ട് വരാൻ പോകുന്നത്. സോ ആ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അത്രയും കഷ്ടപ്പാടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം വരുന്നത്. Get off the backs of these peasants and workers, he told us. All of you who live by their exploitation, get rid of the system that produces this poverty and misery. അറ്റ് ഫസ്റ്റ് അദ്ദേഹം ആദ്യം തന്നെ ആളുകളോട് പറയുന്നത്, ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളെയും കർഷകരെയും വെറുതെ വിടാനാണ് അദ്ദേഹം ചൂഷണം ചെയ്യുന്ന ആളുകളോട് പറയുന്നത്. ഹി ആസ്ക്ഡ് ദ എക്സ്പ്ലോയിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്ന ആളുകളോട് എന്താ ചോദിക്കുന്നത്? ടു ഗെറ്റ് ഓഫ് ദി ബാക്സ് ഓഫ് ദി പെർസൺസ് ആൻഡ് വർക്കേഴ്സ്. ഇവിടുത്തെ ആളുകളുടെയും കർഷകരുടെയും അവരെ ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്നാണ് ഈ ചൂഷണം ചെയ്യുന്ന ആളുകളോട് പറഞ്ഞിട്ടുള്ളത്. Political freedom took a new shape and then acquired a new content. Much that he said we only partially accepted or sometimes did not accept at all. But all this was secondary. The essence of his teaching was fearlessness and truth. And action allied to this. Always keeping the welfare of the masses in view, the greatest gift for an individual or a nation, so we had been told in our ancient books, was abhaya, fearlessness, not merely bodily courage, but the absence of fear from the mind. The dominant impulse of India under British rule was that of fear, pervasive, oppressing, strangling fear of the army, the police, the widespread secret service, fear of the official class, fear of laws meant to suppress, and of prison, fear of the landlord's agent, fear of the moneylender, fear of unemployment and starvation, which were always on the threshold. It was against all this prevailing fear that Gandhi's
quiet and determined voice was raised. Be not afraid. Was it so simple as all that? Not quite. And yet, fear builds in phantoms which are more fearsome than reality itself. And reality, when calmly analyzed and its consequences willingly accepted, loses much of its terror. അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് ഹി ആസ്ക്ഡ് ദ എക്സ്പ്ലോയിറ്റേഴ്സ് ടു ഗെറ്റ് ഓഫ് ദി ബാക്ക്സ് ഓഫ് ദി പെസൻസ് ആൻഡ് വർക്കേഴ്സ്, അല്ലേ? ഈ പാവപ്പെട്ട കർഷകരുടെയും ജോലിക്കാരുടെയും ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം എൻ്റർ ചെയ്യുന്നത് സീനിലേക്ക്, അതല്ലെങ്കിൽ പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഹി ആസ്ക്ഡ് ദം ടു റിമൂവ് ദ സിസ്റ്റം ദാറ്റ് പ്രൊഡ്യൂസസ് പോവർട്ടി ആൻഡ് മിസറി. ഈ പട്ടിണിയും അതുപോലെ തന്നെ വീണ്ടും ദാരിദ്ര്യമൊക്കെ ഉണ്ടാക്കുന്ന ഇത്തരം ജോലികളൊക്കെ നിർത്താനും ഇത്തരം ചൂഷണങ്ങളൊക്കെ നിർത്താനും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. പൊളിറ്റിക്കൽ ഫ്രീഡം ടു എ ന്യൂ മീനിങ്. അങ്ങനെ രാഷ്ട്രീയത്തിന് എന്തായി ഒരു പുത്തൻ അർത്ഥം തന്നെ കൈവരിക്കുകയായിരുന്നു. അതായത് പുതുതായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇനി ഫ്രീഡം സ്ട്രഗിൾ മുന്നോട്ട് പോവേണ്ടത് എന്നുള്ള ഒരു മീനിങ് ഒക്കെ കൊടുക്കുകയായിരുന്നു മഹാത്മാഗാന്ധി ആ സമയത്ത്. Many of the things Gandhi said were not accepted by all the people. ഇപ്പോൾ പുതുതായിട്ടൊരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊന്നും അത്ര പെട്ടെന്നൊന്നും ആളുകൾ അക്സെപ്റ്റ് ചെയ്തില്ല. ദ എസൻസ് ഓഫ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങിൻ്റെ എസൻസ്, ആ ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് എന്താണ്? ഫിയർലെസ്നെസ് ആയിരുന്നു. എന്താണ്? അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഫിയർലെസ്നെസ് വാസ് ഹിസ് ടീച്ചിങ്. അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ഭയമില്ലാതിരിക്കുക, പേടിയില്ലാത്ത സിറ്റുവേഷനിൽ ഇരിക്കുക, അതല്ലെങ്കിൽ ആരെയും പേടിക്കാതിരിക്കുക, അതുപോലെ തന്നെ സത്യം മുറുകെ പിടിക്കുക, സത്യം മാത്രം ചെയ്യുക, സത്യം മാത്രം മുറുകെ പിടിക്കുക എന്നുള്ളൊരു കണ്ടൻറ്റാണ് അദ്ദേഹം ടീച്ച് ചെയ്തത്. ആൻഡ് ആക്ഷൻ അലൈഡ് ടു ദിസ്, അദ്ദേഹം ചെയ്യാൻ പറയുന്ന കാര്യങ്ങളും ഇതുപോലെ തന്നെ ഉള്ളതായിരുന്നു. ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദി മാസസ് ഇൻ വ്യൂ. അതായത് എല്ലാ ആളുകളുടെയും വെൽഫെയർ, നല്ല ഗുണകാംക്ഷയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. The greatest gift for an individual or a nation, so we had been told in our ancient books, was abhaya, not merely bodily courage but the absence of fear from the mind. പണ്ട് കാലത്തെ പുസ്തകങ്ങളിലൊക്കെ, ആൻഷ്യൻ്റ് ബുക്സിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ അഭയ, അതായത് ഫിയർലെസ്നെസ്, പേടിയില്ലാതിരിക്കുക, ഭയക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അത് മനസ്സിന് മാത്രമല്ല, ശരീരത്തിനും തന്നെ ആരെയും പേടിയില്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനും അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് തന്നെയായിരുന്നു ഗാന്ധി പറഞ്ഞിട്ടുള്ള ഫിയർലെസ്നെസ് തന്നെയായിരുന്നു ആൻഷ്യൻ്റ് ബുക്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. The dominant impulse in India under British rule was that of fear. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാരെ അടക്കി ഭരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു ഇമ്പൾസ്, അതല്ലെങ്കിൽ ഒരു ടൂൾ എന്ന് പറയുന്നത് ഫിയർ ആയിരുന്നു. ഭയപ്പെടുത്തുക, പേടിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഏതെല്ലാം തരത്തിലുള്ള പേടിയായിരുന്നു എന്ന് നോക്കാം. പെർസേസീവ്, ഒപ്രസിങ്, സ്ട്രാംഗ്ലിങ് ഫിയർ, അതായത് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന, അതേപോലെ തന്നെ ഒപ്രസിങ്, നമ്മൾ അടിച്ചമർത്തുന്ന തരത്തിൽ. ആൻഡ് സ്ട്രാംഗ്ലിങ് മീൻസ് ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള പേടിയായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്, നമ്മളെ അടിമകളാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഫിയർ ഓഫ് ആർമിയെ, അതായത് പട്ടാളക്കാരെ വെച്ചിട്ട് പേടിപ്പിക്കുക. ദ പോലീസ്, ദ വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്. ഫിയർ ഓഫ് ദി ഒഫീഷ്യൽ ക്ലാസ്, പോലീസിനെയും അതുപോലെ തന്നെ ആകെ പരന്നു കിടക്കുന്ന സീക്രട്ട് സർവീസ്, അതായത് എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ചോർത്തി കൊടുക്കും, ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ആളുകൾ തന്നെ ചോർത്തി കൊടുക്കുന്ന തരത്തിലുള്ള പേടി. അതുപോലെ തന്നെ ഫിയർ ഓഫ് ഒഫീഷ്യൽ ക്ലാസ്, ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ പേടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. ഫിയർ ഓഫ് ലോസ് മീൻ ടു സപ്രസ് ആൻഡ് ഓഫ് പ്രിസൺ, അതുപോലെ തന്നെ അടിച്ചമർത്തുകയും നമ്മളെ ജയിലിൽ അടക്കും എന്ന് പറയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പേടി ഉണ്ടായിരുന്നു ആളുകൾക്ക്. ഫിയർ ഓഫ് ദി ലാൻഡ് ലോഡ്സ് ഏജൻറ്റ്, ഫിയർ ഓഫ് ദി മണി ലെൻഡർ, നമ്മൾ ക്യാഷ് ലെൻഡ് ചെയ്തിട്ടുള്ള, പണം ലോൺ എടുത്തിട്ടുള്ള ആളുകളുടെ പേടിക്കുക. അതുപോലെ തന്നെ ലാൻഡ് ലോഡ്സ്, ഈ ഭൂമി ഉടമകളെ പേടിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റാർവേഷൻ, അതുമാത്രമല്ല ജോലി നഷ്ടപ്പെടും, നമ്മൾ പട്ടിണി അടയ്ക്കേണ്ടി വരും എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. വിച്ച് ഓൾവേസ് ഓൺ ദി ത്രെഷോൾഡ്, ഈ പേടികളെല്ലാം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഏതൊരു സമയത്തും ഏതൊരു വീട്ടിലേക്കും കടന്നു വരുന്ന, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വാതിൽ പടിക്കൽ വന്ന് നിൽക്കുന്ന രീതിയിലായിരുന്നു ഈ പേടികളൊക്കെ ഉണ്ടായിരുന്നത്.
It was against all this pervading fear that Gandhi's quiet and determined voice was raised. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെയാണ് ഈ ഗാന്ധിയുടെ എന്താ പറയുക ശക്തമായ ശബ്ദം ഉയർന്നിട്ടുള്ളത്. ബി നോട്ട് അഫ്രെയ്ഡ്, എന്താ പറഞ്ഞിട്ടുള്ളത്, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. വാസ് ഇറ്റ് സോ സിമ്പിൾ അറ്റ് ആൾ. അപ്പോൾ ആരെയും പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ ഒരാൾ കടന്നു വന്നിട്ട്, സാധാരണക്കാരനായ ഒരാൾ കടന്നു വന്നിട്ട് പറയാണ്, നിങ്ങൾ ആരെയും പേടിക്കേണ്ട, ഈ പോലീസിനെ പേടിക്കേണ്ട, ഈ ഒഫീഷ്യൽസിനെ പേടിക്കേണ്ട, ലാൻഡ് ലോഡ്സിനെ, അതുപോലെ തന്നെ മണി ലെൻഡേഴ്സിനെ നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ അതത്ര സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നില്ല ഇന്ത്യയിലെ ആളുകൾക്ക്. നോട്ട് ക്വൈറ്റ് ആൻഡ് യെറ്റ് ഫിയർ ബിൽസ് ഇറ്റ്സ് ഫാൻറ്റംസ് വിച്ച് ആർ മോർ ഫിയർസം ദാൻ റിയാലിറ്റി ഇറ്റ് സെൽഫ്, ആൻഡ് റിയാലിറ്റി when chameleon lays it and its consequences willingly accepted loses much of its terror. അപ്പോൾ ഈ പേടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധി ആഗ്രഹിച്ചിട്ടുള്ളത്. ഈ ഇതൊന്നും പേടിക്കാതെ തന്നെ മുന്നോട്ട് പോകണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ പേടി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾ അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. കാരണം ആളുകളുടെ മനസ്സിൽ അത്രയും വലിയ പേടി കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അതായത് പുറത്ത് കാണുന്ന ഈ ചെറിയ മണി ലെൻഡേഴ്സിനെയും അതല്ലെങ്കിൽ ഓഫീഷ്യൽസിനെയും കാണുമ്പോൾ ഉണ്ടാകുന്ന പേടി മാത്രമല്ല, അവരുടെ മനസ്സിൽ സാധാരണക്കാരുടെ ജനങ്ങളുടെ മനസ്സിൽ ഈ പേടി വളരെയധികം വലിയ മാഗ്നിറ്റ്യൂഡിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഗാന്ധിജിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. So suddenly, as it were, that black pall of fear was lifted from the people's shoulders, not wholly of course, but to an amazing degree. പക്ഷേ അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും ഗാന്ധിയുടെ മനസ്സിൽ നിന്നും അതല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഈ പേടി തുടച്ചു മാറ്റാൻ ഒരു പരിധി വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഗാന്ധിജിയുടെ ടീച്ചിങ്സിന്, ഗാന്ധിജി പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദ ബ്ലാക്ക് പാൽ ഓഫ് ഫിയർ എന്ന് പറയുന്നുണ്ട്. പേടിപ്പെടുത്തുന്ന ആ ഒരു എന്താ പറയുക മറ, ഒരു പുകമറ അതല്ലെങ്കിൽ ഒരു പുതപ്പ്, ഈ പേടിയുണ്ട് എന്നുള്ളൊരു പുതപ്പ് മാറി ആളുകൾ പുറത്തേക്ക് നോക്കാനും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ തുടങ്ങുന്നത്, അതിനുള്ള ധൈര്യമൊക്കെ കൈവരിക്കുന്നത് ഗാന്ധി വന്നതിന് ശേഷമാണ്. നോട്ട് ഓൺലി ഓഫ് കോഴ്സ് ബട്ട് ടു ആൻ അമേസിങ് ഡിഗ്രി. മൊത്തത്തിൽ അതല്ലെങ്കിൽ ഫുള്ളായിട്ട് മാറ്റാനൊന്നും സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു വലിയൊരു ശതമാനത്തോളം മാറ്റം വരുത്താൻ ഗാന്ധിയുടെ ഈ ടീച്ചിങ്സിന് സാധിച്ചിട്ടുണ്ട്. As fear is close companion to falsehood, so truth follows fearlessness. അപ്പോൾ ഈ ഭയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പേടി വരുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടാളിയാണ് കാപട്യം അതല്ലെങ്കിൽ കളവ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് ഭയം കൂടുമ്പോൾ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പേടിക്കുമ്പോൾ, സത്യം പുറത്ത് പറയാൻ പേടിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കളവ് പറയാറുള്ളത് അല്ലെങ്കിൽ കാപട്യം നടിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് പറയുന്നത്, ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ ടു ഫാൾസ്ഹുഡ്. ഈ പേടിയുടെ ഏറ്റവും അടുത്ത കമ്പാനിയനാണ്, ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് എന്ത്, ഫാൾസ്ഹുഡ്, കാപട്യം എന്ന് പറയുന്നത്. എന്നാൽ സത്യം എന്ന് പറയുന്നത് എന്താണ്, പിന്തുടരുന്നത് നിർഭയത്വത്തെയാണ്. അതായത് പേടിയില്ലാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സത്യം പറയാൻ പറ്റുമോ. നീ സത്യം പറഞ്ഞോ, നീ ആരെയും പേടിക്കണ്ട എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? അതായത് പേടിയില്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് സത്യം പറയാൻ പറ്റുള്ളൂ. The Indian people did not become much more truthful than they were, nor did they change their essential nature overnight. Nevertheless, a sea change was visible as the need for falsehood and furtive behavior lessened. അപ്പോൾ അങ്ങനെ ഗാന്ധിജി ഒരു കാര്യം വന്ന് പഠിപ്പിക്കുമ്പോഴേക്ക് ഒരു രാത്രി നേരം വെളുക്കുമ്പോഴേക്ക് അതല്ലെങ്കിൽ പുലരുമ്പോഴേക്കൊന്നും ഇന്ത്യക്കാർ എന്തായിട്ടില്ല, സത്യസന്ധമായി എന്ന് നമുക്ക് പറയാനാവില്ല. അതായത് ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇന്ത്യക്കാരോട് പറയുകയാണ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ആരെയും പേടിക്കാൻ പാടില്ല, സത്യം മാത്രമെന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ശരിയാവാനൊന്നും സാധിച്ചിട്ടില്ല. അതായത് ഇന്ത്യക്കാർ അത്ര പെട്ടെന്നൊന്നും മാറിയിട്ടില്ല. എങ്കിലും എന്ത് ചെയ്യുക, ഒരു പ്രത്യക്ഷമായ ഒരു മാറ്റം അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റം തന്നെ, നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. It was a psychological change, almost as if some expert in psychoanalytical methods has probed deep into the patient's past, found out the origins of accomplices, exposed them to his view, and thus rid him of that burden. ഒരു സൈക്കോളജിസ്റ്റ് എങ്ങനെയാണോ, അതായത് മനോരോഗിയെ ട്രീറ്റ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് എങ്ങനെയാണോ ഒരാളെ ശരിയാക്കുന്നത്, അതുപോലെയായിരുന്നു ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിലെ ആളുകളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു മാനസിക പരിവർത്തനമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മനസ്സിൽ എന്തുകൊണ്ടാണോ ഈ പേടി വന്നിട്ടുള്ളത്, പാസ്റ്റിൽ മുൻകഴിഞ്ഞ കാലത്ത് എന്തുകൊണ്ടാണ് ഈ പേടി വരാനുണ്ടായ കാരണം എന്നൊക്കെ ഗാന്ധിജി ഫൈൻഡ് ചെയ്യുകയും അതിൽ നിന്നും രക്ഷപ്പെടാൻ ആളുകളെ
ആളുകളെ സഹായിക്കുകയും ചെയ്തു. അതായത് ആ രീതിയിലൊന്നും അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഒരുപാട് പറഞ്ഞ് ഒരു സൈക്കോളജിസ്റ്റ് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ആളുകളെ, അതുപോലെയായിരുന്നു ഗാന്ധി ആളുകളെ ട്രീറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആൻഡ് ദസ് റിഡ് ഹിം ഓഫ് ദാറ്റ് ബേർഡൻ. അങ്ങനെ അതായത് കൗൺസിലിംഗ് ചെയ്ത് നന്നാക്കുന്ന പോലെയായിരുന്നു ഗാന്ധിജി ആളുകളെ ട്രീറ്റ് ചെയ്ത് നന്നാക്കിയെടുത്തത് അല്ലെങ്കിൽ പേടി മാറ്റിയെടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ലെറ്റ്സ് ഡിസ്കസ് ദ ബാലൻസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബി ഹാപ്പി, ബി സേഫ്. ബൈ.